ഹലോ എവരിവൺ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് 1ന്റെ ഫസ്റ്റ് പാർട്ടിനകത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ എല്ലാവരും അത് കറക്റ്റായിട്ട് പഠിച്ച് നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പം ഒരു ഫംഗ്ഷൻ വന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മളൊന്നെങ്കിൽ നമ്മളതിന്റെ പാർഷ്യൽ നമ്മളതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ അതിനെ എങ്ങനെ വിളിക്കുമായിരുന്നു? അതായത് ഇപ്പൊ നമുക്ക് ഞാനത് എഴുതി കാണിക്കാം. അതായത് ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു 4x² പ്ലസ് 2y ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് കഴിഞ്ഞ ഒരു സെക്ഷനിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചത് പാർഷ്യലി നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാട്ടോ. ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു 4x² പ്ലസ് 2y വിത്ത് റെസ്പെക്ട് ടു നിങ്ങളോട് ചോദിക്കും വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൻ്റെത് കണ്ടുപിടിച്ചാൽ മതി എന്ന് മാത്രം പറയും. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഡോ എന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് നമ്മൾ എഴുതും. എന്നിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഉള്ള ടേം മാത്രം ശ്രദ്ധിക്കാവുള്ളൂ, വൈ ഉള്ളതെന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിനെ എടുക്കുന്നു. അപ്പൊ 4x2 അല്ലെ. അപ്പം 8x എന്ന് നമുക്ക് കിട്ടി. ഇപ്പൊ ഇത്രയും സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിഫറെന്റ് കേസസിൽ നമുക്കൊരു ഒരു ഫ്രാക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ്, പ്രൊഡക്റ്റ് വരുമ്പോൾ എങ്ങനെയാ, സമ്മിന്റെ കേസിലൊക്കെ നമ്മൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, വിത്ത് റെസ്പെക്ട് ടു വൈ ഒക്കെ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അത് എല്ലാവരും ഒന്ന് വീണ്ടും ഒന്ന് പുതുക്കി നമ്മൾ പഠിച്ച ചെയ്തൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. എന്നാലാണ് നമുക്ക് ഈ ഒരു പാർട്ടിലോട്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ടോട്ടൽ ഡിഫറൻഷ്യലും ടോട്ടൽ ഡെറിവേറ്റീവ്സും ആണ്. ഇപ്പൊ എന്താണ് ടോട്ടൽ ഡെറിവേറ്റീവ്സ്? നമ്മൾ അതായത് ഇപ്പം ഇസഡ് ഇസ് ഈക്വൽ ടു എന്താ പറയുക, എഫ് ഓഫ് എക്സും വൈയും ഉണ്ട്. എക്സും വൈ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇസഡ് എന്ന ഒരു ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്കിപ്പം ഡോ ഇസഡ്, അതായത് നമ്മൾ ഇസഡ് എന്ന ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമോ വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ലാതെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് വേരിയബിൾസും വെച്ച് നമ്മൾ അതായത് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും അറ്റ് എ ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റൂൾസ് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പഠിക്കാൻ നല്ലത്. പിന്നെ ഇതൊക്കെ ചിലതൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമുക്കറിയാം, ഫസ്റ്റ് കഴിഞ്ഞ സെമിസ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് എന്താ കിട്ടുക? 0. അത് തന്നെയാണ് ഇവിടെയും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സം ഓർ ഡിഫറൻസ് റൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല. അതായത് നമുക്ക് ഒരു ഫംഗ്ഷൻ എന്താ പറയാ, അത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ പറഞ്ഞു പോകുന്നില്ല, നമുക്ക് ചെയ്ത് തന്നെ പഠിക്കാം. നമുക്ക് സമ്മിന്റെ ക്വസ്റ്റിനും പ്രൊഡക്റ്റിന്റെ ക്വസ്റ്റിനും കോഷ്യൻ റൂളിന്റെ ക്വസ്റ്റിനും ഒക്കെ നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. ചെയിൻ റൂളിന്റെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ചെയിൻ റൂൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ചെയിൻ റൂൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റേസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 4x² എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളെ ഈ 4x² നമ്മൾ യു ആയിട്ടൊക്കെ എടുത്തിട്ട് ഓർക്കുന്നുണ്ടോ? du/dx കണ്ടുപിടിച്ചിട്ട് അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്കൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊരു കോഷ്യൻ റൂളിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയിൻ റൂളിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സമ്മിന്റെ ക്വസ്റ്റ്യൻ ഇല്ല. സം ആക്ച്വലി വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല ചെയ്യാനായിട്ട് കേട്ടോ. അത് നമുക്ക് ഇവിടെ തന്നെ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. സമ്മിന്റെ നമുക്ക് കോഷ്യൻ റൂളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, സമ്മിന്റെയും ഒരു ഡിഫറൻസിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ വരും, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. u is equal to x² minus y² divided by x² plus y². ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? u എന്നൊരു ഫംഗ്ഷന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് എക്സും വൈയും ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്ക് u എന്ന ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എക്സ് എന്നും ഐ എന്ന രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വഴിയായിട്ട് ഒരു ഫംഗ്ഷൻ വഴി ഈ ഒരു ഇത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതൊരു കോഷ്യൻ ഒരു ഫ്രാക്ഷൻ രൂപത്തിലാണ് ഇത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം കോഷ്യൻ റൂൾ നമുക്ക് ഫോർമുല നമ്മൾ ഇപ്പുറത്ത് കണ്ടായിരുന്നു. എങ്ങനെയാ കോഷ്യൻ റൂളിന്റെ ഫോർമുല വരുന്നത്? d of w by z is equal to, അതായത്
പിന്നെ എന്താണ് ഡി ഓഫ് ഡബ്ല്യു ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഇതെന്താ ഡിനോമിനേറ്റർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എന്താണ് ന്യൂമറേറ്റർ അല്ലെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. നമ്മുടെ ക്വസ്റ്റ്യൻ റൂൾ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്റർ പഠിച്ച് നോക്കുന്നുണ്ടോ ആരെങ്കിലും? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, denominator into derivative of numerator minus numerator into derivative of denominator divided by denominator the whole square. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റൂൾ. ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമുക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എക്സ് മാത്രമല്ല, രണ്ടോ അത് കൂടുതൽ ടേംസ് ഉള്ള കേസാണ്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് വരുന്നത്. ഓക്കെ, ഇതിവിടെ ഡിനോമിനേറ്ററിന്റെ ടേം ഇസ് നമ്മൾ എഴുതി ഇൻറ്റു ഡി ഡബ്ല്യു എന്ന് വെച്ചിരിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ തന്നെയാണ്. ന്യൂമറേറ്റർ ഡബ്ല്യു ആണ്, അപ്പം അതാണ് ഡി ഡബ്ല്യു എഴുതിക്കുന്നത്. മൈനസ് ന്യൂമറേറ്റർ ആണ് ഡബ്ല്യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അതാണ് ഡി ഇസഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ അവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? ഇസഡ് ഇൻറ്റു ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അതായത് നമ്മുടെ ഡിനോമിനേറ്ററിനകത്ത് ഇവിടെ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കുക എക്സിന്റെയും വൈൻ്റെയും ടേംസിലാണ്, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സിന്റെയും വൈൻ്റെയും ടേംസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ അതിന് ഡിഫറൻഷിയേറ്റ് എടുക്കണം, വൈ നമ്മൾ ചെയ്യണം. നമുക്കിത് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് കിട്ടുമ്പോൾ ഫോർമുല ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ റൂൾ ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ റൂൾ എഴുതി വെക്കുന്നു. ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു ബൈ ഇസഡ് ഇസ് ഈക്വൽ ടു എന്താണ് ഇസഡ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ മൈനസ് ഡബ്ല്യു ഇൻറ്റു ജി എക്സ് ഡി എക്സ് പ്ലസ് ജി വൈ ഡി വൈ ബൈ ഇസഡ് സ്ക്വയർ. അപ്പൊ നിങ്ങൾ ഓർക്കുന്നത് എന്ത് ഇപ്പൊ ഈ ഫോർമുല ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെന്നുള്ളത് അല്ലെ? അതൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഡിനോമിനേറ്റർ എഴുതുന്നു. നിങ്ങൾ ഇത് ഇവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഈ ഒരു സപ്പോസ് വെച്ചോ. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോ. ഡിനോമിനേറ്റർ നമുക്കറിയാം, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണല്ലോ. നമ്മൾ ആദ്യം തന്നെ ഡിനോമിനേറ്റർ എഴുതി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതി. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിനെ റെപ്രസെന്റ് ഡെറിവേറ്റീവ് നമുക്ക് ഡി എഴുതാം. ന്യൂമറേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമ്മൾ അത് എഴുതി. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ഇനി എന്താ? ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പൊ ന്യൂമറേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമ്മൾ ന്യൂമറേറ്റർ എഴുതി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്റെ ഹോൾ സ്ക്വയർ. ഇത് തന്നെ നമ്മൾ എന്താ ഒരു ഇക്വേഷൻ രൂപത്തിൽ ഫോർമുല ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതായത് എഫ് എക്സ് ഡി എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ എഫ് വൈ ഡി വൈ എന്ന് ഉദ്ദേശിക്കുന്ന രണ്ട്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം, വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഈ ജി എക്സും ജി വൈ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒന്ന് നമ്മൾ, അതായത് ഒരെണ്ണം നമ്മൾ എന്താണ് ഇൻ ടേംസ്, ഇപ്പൊ ആദ്യത്തേതാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എഫ് എക്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഫംഗ്ഷൻ ഓഫ്, അതായത് ഇത് എഫ് ഓഫ് എക്സ് വൈ എന്നൊരു ഫംഗ്ഷൻ ആണ്. ഇത് ജി ഓഫ് എക്സ് വൈ എന്ന് വേറൊരു ഫംഗ്ഷനാണ്. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, ന്യൂമറേറ്ററിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ആ ഒരു എന്താ പറയാ, ന്യൂമറേറ്ററെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എഫ് ഓഫ് എക്സ് വൈ എന്നും, ഡിനോമിനേറ്ററിനെ നമ്മൾ, ഇത് ന്യൂമറേറ്റർ അല്ലേ, ന്യൂമറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എഫ് ഓഫ് എക്സ് വൈ എന്നും, ഡിനോമിനേറ്ററിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ജി ഓഫ് എക്സ് വൈ. രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ, ഒന്നിനകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, ഒന്ന് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ആ രണ്ട് കേസുകളിലും നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സും ഡിഫറൻഷിയേറ്റ് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കാരണം നമ്മൾ ഈ ഒറ്റ ഇതിനകത്ത് തന്നെ രണ്ടും ചെയ്യാൻ പോവുകയാണ്. അതപ്പൊ എങ്ങനെ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ഇനി ഡെറിവേറ്റീവ് എന്തിന്റെയും കണ്ടുപിടിക്കേണ്ടത്? എക്സ് സ്ക്വയറിന്റെയും കാണണം, വൈ സ്ക്വയറിന്റെയും കാണണം അല്ലെ. അപ്പൊ എങ്ങനെ വരും? ഇത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ല. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും, അങ്ങനെ വൈനെ 0 ആയി പോകില്ല. അപ്പൊ ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ല. അപ്പൊ ഇതെങ്ങനെ വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ നമുക്ക് കഴിഞ്ഞ സെമിസ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയറിന് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടാം? 2x അല്ലേ കിട്ടുന്നത്. ആ 2xന്റെ ഒരു ഡി എക്സ് എന്ന് കൂടെ എഴുതണം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇവിടെ എക്സും വൈ രണ്ട് വേരിയബിൾസ് ഉള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്. അതായത് എക്സ് സ്ക്വയറിന്റെ നമ്മൾ എക്സ് സ്ക്വയറെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അവിടെ എക്സ് ആണ് വേരിയബിൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡി എക്സ് എന്നുള്ളത് കൂടെ എഴുതണം. മനസ്സിലായില്ലേ? അതായത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം എക്സ് സ്ക്വയർ എന്നുള്ളത് 2x എഴുതി,
ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതി. മൈനസ് വൈ സ്ക്വയർ ആകുമ്പോൾ എങ്ങനെ വരും? വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ആണ്. എക്സും വൈയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വൈയുടെ അവിടെ നമ്മൾ ഡി വൈയും കൊടുക്കണം. മനസ്സിലായില്ലേ? മൈനസ് ഇനി ബ്രാക്കറ്റിനകത്ത് ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇവിടെ എങ്ങനെ തന്നെ വരും? എക്സ് സ്ക്വയർ എന്നുള്ളത് നമുക്കറിയാം 2x ആണെന്നറിയാം. അതിന് കൊടുത്ത് നമുക്കൊരു ഡി എക്സും വരും. പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y എന്നറിയാം. അതിന്റെ കൂട്ടത്തിലൊരു ഡി വൈയും വരും അല്ലേ? ഇനി നമ്മൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇതിനെങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുക. 2x ഡി എക്സും അങ്ങനെ തന്നെ മൈനസ് 2y ഡി വൈ അങ്ങനെ തന്നെ എഴുതുക. മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലെ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ട. ഇപ്പൊ നമുക്കത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2x ഡി എക്സ് പ്ലസ് 2y ഡി വൈ അല്ലെ? അത് അങ്ങനെ തന്നെ എഴുതി വെക്കാം. അങ്ങനെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഈ ബ്രാക്കറ്റ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യണം. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, 2x ഡി എക്സ് മൈനസ് 2y ഡി വൈ ഉണ്ട്. ഇവിടെ നമുക്കൊരു മൈനസ് ഒരു എക്സ് സ്ക്വയർ, ഇവിടെ എന്താണ് ഒരു മൈനസ് ഉണ്ട് ബ്രാക്കറ്റിനകത്ത്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഒരു എന്താ പറയാ ഒരു 2x ഡി എക്സ് പ്ലസ് 2y ഡി വൈ ഉണ്ട്. നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്തെഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതെങ്ങനെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാണ് ഈ ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവത്തിനെ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പം എക്സ് സ്ക്വയർ പ്ലസ് നമ്മളിവിടെ ചെയ്തേക്കുന്നതാണല്ലോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എന്താ പറയാ 2x ഡി എക്സ് മൈനസ് 2y ഡി വൈ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2x ഡി എക്സ് പ്ലസ് 2y ഡി വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയറിനെ എങ്ങനെ നമുക്ക് ഈ ഒരു ഡിനോമിനേറ്ററിന് നമുക്ക് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കാരണം ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ ആണ്, അത് അതുപോലെ തന്നെ നിൽക്കുന്നത്. ന്യൂമറേറ്ററിനെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോമിലോട്ട് ഇത്രയും ഒരു ചെറിയ ഫോമിലോട്ട് ആക്കിയെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് സബ്സ്ട്രാക്ട് ചെയ്യാം, അത്രേ ഉള്ള സംഭവം. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത്ര എറേസ് ചെയ്യാവേ. അതായത് ഈ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എക്സ് സ്ക്വയറിനെ ബ്രാക്കറ്റിനകത്തുള്ള 2x ഡി എക്സിന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, 2y ഡി വൈക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? 2x ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ 2xന്റെ കൂടെ നമ്മൾ 2x ഇൻറ്റു എക്സ് സ്ക്വയർ, 2xന്റെ കൂടെ ഒരു ഡി എക്സും ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ വരും? 2x ക്യൂബ് വരും അല്ലേ? അപ്പൊ നമുക്കത് 2x ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടി. അതുപോലെ ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ മൈനസ് 2y ഡി വൈക്ക് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? അതായത് എക്സ് സ്ക്വയറിനെ നമ്മൾ മൈനസ് 2y ഡി വൈക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 2x സ്ക്വയർ ബൈ ഡി വൈ എന്ന് കിട്ടും. അതുപോലെ പ്ലസ് വൈ സ്ക്വയറിനെ 2x ഡി എക്സിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x വൈ സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടി അല്ലേ? അതുപോലെ പ്ലസ് വൈ സ്ക്വയറിനെ മൈനസ് 2y ഡി വൈക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2y ക്യൂബ് ഡി വൈ എന്ന് കിട്ടി. അപ്പം ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയി. ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തു ബ്രാക്കറ്റ്. ഇനി ഒരു വലിയ മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മൾ അടുത്തത് ഇതും ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്യണം. അപ്പം ഇങ്ങനെ വരും എക്സ് സ്ക്വയറിന്റെ ഇൻറ്റു 2x ഡി എക്സ്. അപ്പൊ എങ്ങനെ കിട്ടും? മൈനസ്, ഇപ്പൊ മൈനസ് കൊടുക്കണ്ട, ഇത് മൈനസ് പുറത്തുണ്ട്, നമ്മുടെ ബ്രാക്കറ്റിന്റെ പുറത്ത് നെഗറ്റീവ് ഉണ്ട്. നമ്മളിപ്പോ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൈനസ് ഭാഗത്തോട്ട് കൊടുക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു 2x ഡി എക്സ്. അപ്പൊ എന്ത് കിട്ടും? 2x ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടി അല്ലേ? പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2y ഡി വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x സ്ക്വയർ വൈ ഡി വൈ എന്ന് കിട്ടും. ഓക്കെ, ഓരോന്നും സൂക്ഷിച്ച് എടുത്ത് ചെയ്യണം. മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2x ഡി എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2xന്റെ കൂടത്തിൽ നമുക്ക് എന്ത് കിട്ടും? വൈ സ്ക്വയർ കൂടെ വരും ഡി എക്സ് അല്ലേ? ഇനി മൈനസ് ഈ വൈ സ്ക്വയർ ഇൻറ്റു 2y ഡി വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 2y ക്യൂബ് ഡി വൈ എന്ന് കിട്ടും അല്ലേ? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അതായത് നമുക്ക് ഇവിടെ എഴുതാം, കുറച്ചധികം സ്ഥലം വേണം. 2x ക്യൂബ് ഡി എക്സ് മൈനസ് 2x സ്ക്വയർ വൈ ഡി വൈ പ്ലസ് 2x ചെറുതാക്കി ഇടുന്ന മൊത്തത്തിലൂടെ എഴുതാൻ വേണ്ടി കേട്ടോ. വൈ സ്ക്വയർ ഡി എക്സ് മൈനസ് 2, ഇത് അതുപോലെ തന്നെ സൂക്ഷിച്ച് എഴുതണം കേട്ടോ. ഡി വൈ മൈനസ്, ഇനി മൈനസ് അകത്തുള്ള എല്ലാ ടേംസിനും കൊടുക്കണം. അപ്പൊ ഇത് പോസിറ്റീവാ, 2x ക്യൂബ് ഡി എക്സ് എന്നുള്ളത് മൈനസ് ആവും. മൈനസ് 2x ക്യൂബ് ഡി എക്സ്, പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആവേ. ഇത് അടുത്തും പ്ലസ്, അപ്പൊ അത് മൈനസ് ആവും. മൈനസ് ഉള്ളത് പ്ലസ് ആവും.
കാരണം നമ്മൾ നെഗറ്റീവ് അത്തോട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇപ്പൊ നമുക്ക് ആ രീതിയിലോട്ട് മൈനസ് ഉള്ളത് പ്ലസ് ആയി അല്ലേ. താഴെ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ വരും. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ വരും അല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കാം. പ്ലസും മൈനസും ഒരേ സംഭവങ്ങൾ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാവുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയും ഇവിടെ ഒരു 2x³ dx ഉണ്ട്, 2x³ dx ഉണ്ട്. അപ്പൊ അപ്പുറത്തൊരു ഇവിടെ തന്നെ ഒരു -2x³ dx ഉണ്ടെങ്കിൽ അത് 0 ആയി പോകത്തില്ലേ. അപ്പൊ ഇവിടെ നമുക്കൊരു -2x³ dx ഉണ്ട്. അപ്പൊ ഇത് 0 ആയി പോയി. ഇനി നമുക്ക് ഇവിടെ നോക്കി ഒരു -2y³ dy ഉണ്ട്, ഇവിടെ +2y³ dy ഉണ്ട്. അപ്പൊ അതും ക്യാൻസൽ ഔട്ട് ആയി പോയി. ഇനി ബാക്കിയുള്ളത് ഇവിടെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാനുണ്ടോ. ഇവിടെ നോക്കിയേ -2x² dy ഉണ്ട്. ഇവിടെ പക്ഷെ നമുക്ക് +2x² ഇല്ല, നമുക്ക് +2xy നമുക്ക് അങ്ങനെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് x² വരുന്ന ടേംസിനെ ഒന്നിച്ചെഴുതാം. അതായത് -2x² dy ഉണ്ട്. ഇവിടെ പിന്നെ x² ഉള്ളത് ഇവിടെയാണ് അല്ലെ, -2x² dy. ഇത് ലൈക്ക് ടേംസ് കാരണം ഇതിന്റെ കോഎഫിഷ്യൻസ് സെയിം അല്ല. ഇവിടെ x² dy ഇവിടെ എന്താണ് ഇവിടെ സോറി ഇവിടെ എന്താണ് x² dy തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു +2xy² dx ഉണ്ട് അല്ലെ. ഓക്കെ, 2xy² dx ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, 2xy² dx ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ടേംസ് നോക്കണം. അതായത് x² dy ഇവിടെയും x² dy ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഇപ്പൊ 4x² നെയും 4xy² കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല, അല്ലെ 8xy² അത് തെറ്റാണ്. കാരണം ഇവിടെ x² ആണ്, ഇവിടെ xy², ഇവിടെ x ന് പവർ 1 ഉള്ളൂ, ഇവിടെ x ന് പവർ 2 ആണ്, ഇവിടെ x ന് പവർ y ക്ക് പവർ 1 ആണ്, ഇവിടെ y ക്ക് പവർ 2. അപ്പൊ നമ്മൾ ആ പവറുകൾ സെയിം ആണെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ x ന്റെ പവർ 2, ഇവിടെ x ന്റെ പവർ 2, ഇവിടെ y യുടെ പവർ 1, ഇവിടെ y യുടെ പവർ 1. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. രണ്ടും മൈനസ് ആണ്. -4 പ്ലസ് -2 എന്ത് വരും, -6 വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ -2x² dy -2x² dy നമുക്ക് -4x² dy എന്ന് കിട്ടി അല്ലെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ x ന്റെ പവർ 1, ഇവിടെ x ന്റെ പവർ 1, ഇവിടെ y യുടെ പവർ 2, ഇവിടെ y യുടെ പവർ 2. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4xy² dx കിട്ടി. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഡിനോമിനേറ്റർ നമുക്കറിയാം x+y ആണ്, x² + y² ആണ്, അതിന്റെ ഹോൾ സ്ക്വയർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടാവും. നമുക്കതിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ തന്നെ നമുക്കത് സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. സൈൻ മാറരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സൈൻ മാറിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മാറിപ്പോകും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയിൻ റൂളിന്റെ ആപ്ലിക്കേഷൻ വരുന്നതാണ് ചെയ്ത് നോക്കാം. ഒന്ന് ഫുൾ എറേസ് ചെയ്യട്ടോ കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റിനകത്ത് ക്വസ്റ്റിനകത്ത് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, w is equal to e⁻x² - y² അല്ലെ. w is equal to e⁻x² - y² ആണ്. ഇവിടെ നമ്മൾ u ആയിട്ട് എന്തെടുക്കും, u ആയിട്ട് നമ്മൾ x² - y² എടുക്കും. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് u എങ്ങനെ വരും, du is equal to ഇപ്പൊ ചെയ്ത പോലെ ആണെങ്കിൽ 2x dx വരും -2y dy വരും അല്ലെ. അതായത് w is equal to e⁻x² - y². നമ്മൾ ഈ x² - y² u ആയിട്ട് എടുക്കുകയാണ്. u is equal to x² - y². അങ്ങനെയാണെങ്കിൽ ഈ ഡെറിവേറ്റീവ് ഓഫ് u എന്ന് പറയുന്നത് 2x dx - 2y dy ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇതിനെ എങ്ങനെ എഴുതാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് w ആണ് അല്ലെ. ഡെറിവേറ്റീവ് w is equal to ഇപ്പൊ നമുക്കറിയാം e⁻x ആണെങ്കിൽ e⁻x ഡെറിവേറ്റീവ് എന്താ വരിക, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Recording in progress. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ എന്താ പറയാ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു e⁻x എന്താ പറയാ dy/d ഡെറിവേറ്റീവ് ഓഫ് e⁻x എന്ന് പറഞ്ഞാൽ എന്താണ്, e⁻x തന്നെയാണ് അല്ലെ. d/dx ഓഫ് e⁻x എന്ന് പറഞ്ഞാൽ e⁻x തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്ക് e⁻x എന്നുള്ളതിനകത്ത് x² - y² ഉണ്ട്. ആൻഡ് w is equal to e⁻x² - y² ആണ് അല്ലെ. നമ്മൾ എന്താ പറയാ x² - y² നമ്മൾ u ആയിട്ട് കൺസിഡർ ചെയ്തു. ആൻഡ് du നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് dw കാര്യത്തിൽ തീരുമാനമാണല്ലോ. അപ്പം dw എന്ന് പറയുമ്പോൾ എന്താ, dw എന്ന് പറയുന്നത് e⁻x²
എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് അല്ലെ. അല്ല ഡി ഡബ്ല്യു അല്ല, ഡബ്ല്യു എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു നമ്മൾ ആരും തന്നെ ഇ റേസ് ടു ഈ ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുക. എന്തുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതാൻ കാരണം ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ് ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലെ. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇതെന്താണ്, ഈ ഡബ്ല്യൂന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഡി ഡബ്ല്യു ആണ് എടുക്കേണ്ടത്. അപ്പൊ ഡി ഡബ്ല്യു എടുക്കുമ്പോൾ നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെയാണ് അല്ലെ. അപ്പം പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സിന് ഒരു പവറും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ വൈ സ്ക്വയറും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ എക്സ് സ്ക്വയറിനെ വൈ സ്ക്വയർ നമ്മൾ അതിന്റെ നമുക്കൊരു ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വെറുതെ ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് എഴുതിയാൽ അതിന് ഡെറിവേറ്റീവ് ആകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുന്നു. ഇൻഡു നമ്മൾ എന്തുകൂടെ ചെയ്യണം, ഈ ഓരോ എക്സ് സ്ക്വയറിന് ആയിക്കോട്ടെ വൈ സ്ക്വയറിന്റെ ആയിക്കോട്ടെ അതിന്റെയും കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു നമ്മൾ എന്ത് എഴുതണം, ഡി യു അല്ലെ. ഡി യു എന്ന് പറയുന്നത് എന്താ, ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് നമുക്ക് യു എന്ന് കൺസിഡർ ചെയ്യാം അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് പകരം നമുക്ക് യു എന്ന് കൺസിഡർ ചെയ്യാം. യു എന്ന് പറയുന്നത് എന്താ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെങ്കിൽ ഡി യു ഡെറിവേറ്റീവ് ഓഫ് യു എന്താ വരിക, 2x dx മൈനസ് 2/dy. ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ മാറ്റി എഴുതുമ്പോൾ എന്താ പറയുക, ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഡെറിവേറ്റീവ് എടുക്കണമല്ലോ. അപ്പൊ അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഡി യു എഴുതുന്നത്. അതായത് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു നമ്മൾ ഇത് എഴുതിയാൽ മതി. ഡി യുവിന്റെ വാല്യൂ എന്താ, 2x dx മൈനസ് 2y dy അല്ലേ. ഇനി നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2x dx മൈനസ് ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു 2y dy. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. ഓക്കെ, ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ രീതിക്ക് എഴുതാവുന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ ഈ 2x dx ആദ്യം എഴുതുക, അല്ലെങ്കിൽ 2x ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആദ്യം എഴുതിയിട്ട് നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നെ എഴുതാം. ഒന്ന് ഇറേസ് ചെയ്യട്ടെ. അതായത് നമുക്ക് ഫുള്ളായിട്ട് മൈന്യൂ പോയല്ലേ. അതായത് നമ്മളിപ്പോ എഴുതിയപ്പോ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് 2x dx ഇൻറ്റു ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. അതായത് നമ്മൾ 2x അത് എഴുതുന്നു, ദെൻ ഇ റേസ് ടു അതിന്റെ പവർ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡി എക്സ് എഴുതുക. അതുപോലെ തന്നെ വൈയുടെ എഴുതുമ്പോൾ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. 2y ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി വൈ. നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് നമ്മൾ അതിനെ എഴുതുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യു ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെ. യു ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, 1/x ആണ് അല്ലെ. ലോഗ് എക്സിനെ ഡിഫറൻഷിയേറ്റ് നമുക്ക് 1/x ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ആ എക്സിന്റെ സ്ഥാനത്ത് ഇപ്പൊ മറ്റേ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഇവിടെ നമ്മൾ ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ഇ റേസ് ടു എക്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റിൽ എന്താ ഉണ്ടായിരുന്നത്, ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും ലോഗ് എക്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് 1/x ഡയറക്റ്റ് എഴുതി ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ ആയി. പക്ഷെ ഇവിടെ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അപ്പൊ എക്സ് സ്ക്വയറും ഉണ്ട് വൈ സ്ക്വയറും ഉണ്ട്. അപ്പൊ നമ്മൾ ആര് തന്നെ എഴുതേണ്ടത്, ഡി യു ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആകുമ്പോൾ എങ്ങനെ വരും, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണെങ്കിൽ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ എങ്ങനെ വരും, 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും നമ്മൾ അതിന്റെ ഡിഫറൻഷിയേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഈ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 2x dx, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ അതിന്റെ എഫക്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പ്ലസ് ഇനി നമ്മൾ അടുത്ത ടേം എഴുതുമ്പോൾ 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, വൈയുടെ നമ്മൾ അതിന്റെ എഫക്ട് കാണിക്കണം. അപ്പൊ വൈയുടെ എഫക്ട് നമ്മൾ വൈ സ്ക്വയർ ആകുമ്പോൾ വൈ സ്ക്വയർ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2y കിട്ടും, 2y dy അല്ലേ. അപ്പം ഡി യു ഇസ് ഈക്വൽ ടു 2x dx ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2y dy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി അല്ലെ. നമുക്ക് ഇതിനെ താഴെ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 2x dx പ്ലസ് 2y dy ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് നമുക്ക് ഒന്നിച്ച് എഴുതാനേ ഉള്ളൂ അല്ലെ. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ.
ഇവിടെ നമുക്ക് 2 കോമൺ എടുക്കാനും സാധിക്കും അല്ലേ? അപ്പൊ 2 എന്നുള്ള കോമൺ എടുത്തിട്ട് എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇത് എക്സ് ഡി എക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ഇത്ര ചിന്തിച്ചാൽ മതി. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x ആണ്. അപ്പൊ നമ്മളിവിടെ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മൾ ഇതിനെ എക്സ് എന്ന രീതിക്ക് കൺസിഡർ ചെയ്ത് നമുക്ക് ഇങ്ങനെ വരും. ഡെറിവേറ്റീവ് 1/x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയ്യണം വൈയും ചെയ്യണം അല്ലെ? എന്നാലും നമുക്ക് അതിന്റെ മൊത്തത്തിൽ ആ ഒരു ഡു നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഈ ഒരു ഫംഗ്ഷനെ മൊത്തത്തിൽ നമുക്ക് എക്സും വൈയുടെയും നമുക്ക് അതിന്റെ ആ ഒരു ടോട്ടൽ എഫക്റ്റ് നമുക്ക് ഇങ്ങനെ ഡിഫറെന്റ് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? 2x വരും. എക്സും വൈയും അറ്റ് എ ടൈം ഒരേ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2x മാത്രം എഴുതിയ പോലെ 2x dx എഴുതണം. അതുപോലെ വൈയുടെ എഴുതുമ്പോൾ നമ്മൾ 2y dy എന്ന് എഴുതണം. അത്രേ ഉള്ളൂ അതിന്റെ ഒരു കേസ്. അപ്പൊ അതിന്റെ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഫോർമുല ഉപയോഗിക്കാൻ കാരണം നമ്മൾ എന്താണ് എഫ് എക്സ് ഡി എക്സ് ഇതാണ് നമ്മൾ അതിന്റെ ഒരു ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്താണ്? എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് ബൈ ഡി വൈ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ അതിന്റെ ആ ഫംഗ്ഷന്റെ നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കണം, വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ഈ ടോട്ടൽ ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. കൺസിഡർ ദ കേസ് വേർ എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എക്സും വൈയും എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. ഓക്കെ, സോറി. ഇവിടെ എന്താ നമ്മൾ സാധാരണ ഇത്ര എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാണ് എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയിട്ട് എടുക്കുന്ന കേസാണ്. പക്ഷെ നമ്മൾ ഇനിയിപ്പം ഈ ടോട്ടൽ ഡെറിവേറ്റീവ്സിന്റെ കേസ് നമ്മൾ കുറച്ച് ഒന്ന് മാറ്റി ചിന്തിക്കാൻ പോവാണ്. കൺസിഡർ കേസ് വേർ എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതായത് എക്സും വൈയും എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ല, ബട്ട് ആർ ഡിപെൻഡന്റ് വേരിയബിൾ ഓഫ് അതർ ഫംഗ്ഷൻസ് ആണ്. അത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ് അതർ ഫംഗ്ഷൻസിന്റെ. എങ്ങനെ വരുന്നത്? അതായത് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി ആണ്, വൈ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി ആണ്. അപ്പൊ അതെന്താണ്? ഇവിടെ ടി ആണ് എന്തായിട്ട് വരുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് അല്ലെ? ഇപ്പൊ ടി ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എക്സും വൈയും എന്ന് പറയുന്നത് എന്താണ്? എക്സും വൈയും ടീനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ എക്സും വൈയും ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, വിച്ച് ഇസ് ഡിപെൻഡന്റ് ഓൺ ടി അല്ലെ? ടി എന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പൊ നമ്മൾ പറയാണ് ഇസഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെന്ന് നോക്കുക. അപ്പൊ അങ്ങനെ ഓർക്കും നമ്മൾ ഓർക്കും എക്സും വൈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലേ എന്നുള്ളത്. ശരിയാണ്, ഇസഡിന്റെ ടേംസിൽ പറയുമ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെയാണ്. പക്ഷെ ഈ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ എക്സും വൈയും എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നത്? ടീനെ ഡിപെൻഡ് ചെയ്യുന്നത്. അപ്പൊ ടീയുടെ ടേംസിൽ പറയുമ്പോൾ എക്സും വൈയും എന്താണ്? ഡിപെൻഡന്റ് വേരിയബിൾ തന്നെയാണ് അല്ലെ? അപ്പൊ വി വാണ്ട് ടു ഇൻവെസ്റ്റിഗേറ്റ് ആസ് ടു വാട്ട് വുഡ് ബി ദി ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഒരു ഇസഡ് എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് വാട്ട് വുഡ് ബി ഡി ഇസഡ് ബൈ ഡി ടി. അതായത് എന്താ ഡി ഇസഡ് ബൈ ഡി ടി എന്ന് പറയുമ്പോൾ എന്താ? ചേഞ്ച് ഇൻ ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടി. അപ്പൊ അതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ വി നോ ദാറ്റ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ചേഞ്ച് ഇൻ ഇസഡ് ഡ്യൂ ടു എ സ്മോൾ യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇപ്പൊ ഡി ഇസഡ് ബൈ ഡി ടി ആയിക്കോട്ടെ, ഇതെന്താ? ചേഞ്ച് ഇൻ ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടി. ഇനി ഡോ ഇസഡ് ബൈ ഡോ ടി ആണ്. ഇതെല്ലാം നമ്മൾ ഈ ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ചേഞ്ച് കണ്ടുപിടിക്കാനാണ്. അതായത് ഒരു വേരിയബിൾ ഉണ്ടായ മാറ്റം, അതായത് ഡിപെൻഡന്റ് വേരിയബിളിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായ മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻസിയേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ അല്ലെ? അപ്പൊ വി നോ ദാറ്റ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇസ് ചേഞ്ച് ഇൻ ഇസഡ് ഡ്യൂ ടു എ സ്മോൾ ചേഞ്ച് ഇൻ എക്സ് ആണ്, ഹോൾഡിംഗ് വൈ കോൺസ്റ്റന്റ് അല്ലെ? വൈ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ അതായത് ഈ ഡോ ഇസഡ് എന്താ നമ്മളിപ്പോ കുറച്ച് നേരം ടി സിമ്പിൾ ഉപയോഗിച്ചിട്ട് കുറച്ച് നേരം ആയല്ലേ? ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓർത്തോണം പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് അല്ലെ? പാർഷ്യലി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഇസഡിലുള്ള സ്മോൾ ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ് മാത്രമാണ്. എക്സിൽ ഉണ്ടായ മാറ്റം അനുസരിച്ച് ഇസഡ് എത്രത്തോളം മാറ്റം വന്നു. പക്ഷെ നമുക്ക് ഇവിടെ അറിയാം എക്സും വൈയും ഉണ്ട് അല്ലെ? നമുക്ക് വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. അതാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി will be the amount of change in u due to a small change in t that is transmitted through x ആണ്. Similarly, dou z by dou y into dx by dt is the amount of change in z due to a small change in t transmitted through y. ഇപ്പൊ നമ്മൾ ആ രണ്ട് കേസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണ്.
Hence, the total change in Z due to a small change in T will be the sum of these two effects. അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇസഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ആണ്. അതായത് എക്സ് വൈ രണ്ട് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ഇസഡ് വന്നിരിക്കുന്നത്. അപ്പൊ ഇസഡ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾ, എക്സും വൈയും നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് ചിന്തിച്ചു ആദ്യം. പക്ഷെ ഈ എക്സും വൈയും ഫർദർ ഡിപെൻഡ് ചെയ്യുന്നത് ടി എന്നൊരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ വെച്ചിട്ടാണ്. അപ്പം അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇസഡിന്റെ ടേംസിൽ പറയുമ്പോൾ എക്സും വൈയും എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. പക്ഷെ ഈ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ മറ്റൊരു വേരിയബിൾ ആയ ടീനെ ഡിപെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പം ആ ടീയുടെ ടേംസിൽ പറയുമ്പോൾ എക്സും വൈയും എന്താണ് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഈ ഓവറോൾ ഇതിന്റെ ഒരു എഫക്ട് കാണണം. നമുക്ക് ഡോ ഇസഡ്, അതായത് നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് എഫക്റ്റുകളും കൂടെ ആഡ് ചെയ്യണം അല്ലേ. അതായത് എന്താ പറയാ, ഡോ ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. ഡോ ഇസഡ് ബൈ ഡോ എക്സ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ വൈനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. അതിനെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ചെയ്യണം. കാരണം എന്താ, ഇവിടെ ടി ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു എഫക്ട് ഡി എക്സ് ബൈ ഡി ടി പറയുമ്പോൾ എന്താ, ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടി. എക്സിൽ ഉണ്ടായ മാറ്റം, അതായത് ടി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഇത്ര ഓർത്താൽ മതി. നിങ്ങൾ ചിന്തിക്കുക, ഇസഡ് എന്ന് പറയുന്നത് എക്സും വൈയുടെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ എക്സും വൈയും ഫർദർ ആശ്രയിച്ചിരിക്കുന്നത് ടി എന്നൊരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ്. അപ്പൊ നമുക്ക് ഈ ഇസഡിലുണ്ടായ ചേഞ്ചിന്റെ എഫക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡയറക്ട്ലി കൊടുത്തിരിക്കുന്ന റിലേഷൻ എന്താ, എക്സും വൈയും ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് അതിന്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ കാണിക്കുകയാണ്. അതാണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞത്. അതിന് നമ്മൾ ഇൻറ്റു എന്തും കൂടെ ചെയ്യുന്നുണ്ട്, ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി ചെയ്യാനുള്ള കാരണം എന്താ, ഡി എക്സ് ബൈ ഡി ടി ചെയ്യാനുള്ള കാരണം ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന് പറയുന്നത് ടിയുടെ ടേംസ് നോക്കുമ്പോൾ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡി എക്സ് ബൈ ഡി ടിയും കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വൈയുടെ കേസിൽ നമുക്ക് ഇസഡിന്റെ ടേംസിൽ പറയുമ്പോൾ വൈ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുക്കും. അതാണ് ഈ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത്. അത് ഇൻറ്റു നമ്മൾ എന്തും ചെയ്യണം, ഇതിവിടെ ഡി വൈ വരിക, ഡി വൈ ബൈ ഡി ടിയും കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്, കാരണം എന്താ വൈ എന്ന ടിയുടെ ടേംസിൽ പറയുമ്പോൾ വൈ ഒരു എന്താ പറയാ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ടിയുടെ ടേംസിൽ പറയുമ്പോൾ വൈ ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ നമ്മൾ ആ ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ചേഞ്ച് ഇൻ ടി അതിന്റെ എഫക്ട് കൂടെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതും കൂടെ കൊടുക്കുന്നത്. ഇത് നമ്മൾ അത് ആഡ് ചെയ്യണം അല്ലെ. അപ്പം ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എന്താ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു എന്താണ് ഡി വൈ ബൈ ഡി ടിയും കൂടെ കൊടുക്കുക. അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ. ഇനി ചെയിൻ റൂൾ ഫോർ മൾട്ടിവേരിയറ്റ് ഫംഗ്ഷനിനകത്ത് ചെയിൻ റൂളിന്റെ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ യു ആർ അവെയർ ഓഫ് ദ ചെയിൻ റൂൾ ഫോർ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ. ഒരു വേരിയബിൾ മാത്രമുള്ള കേസിൽ നമുക്ക് ചെയിൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ആണ്. ലെറ്റ് us suppose z is a function of y and y is in turn a function of x. അതായത് z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് y ആണ്. ഈ y എന്താണ്, in turn a function of x ആണെന്ന് വിചാരിക്കാം. വി ക്യാൻ ഡിപിക്ട് ദിസ് ആസ്, നമുക്ക് എങ്ങനെ എഴുതാം, z is equal to f of ഫംഗ്ഷൻ ഓഫ് y ആണ്. പക്ഷേ y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാവുന്നതാണ് അല്ലെ. വി നോ ഇൻ ദിസ് കേസ് ഹൗ ടു ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു x. വി ഫസ്റ്റ് ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു y ആൻഡ് ദെൻ മൾട്ടിപ്ലൈ ദിസ് വിത്ത് ദ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x. അതായത് ഈ ഒരു കേസ് നമുക്ക് എങ്ങനെ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, z എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് y ആണ് ആൻഡ് y ഇൻ ടേം y എന്താണ്, ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് അല്ലെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, വി ഫസ്റ്റ് ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇസഡിനെ വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. അതിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് ഡി ഇസഡ് ബൈ ഡി വൈ എന്ന് എന്താ, ചേഞ്ച് ഇൻ ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ വൈ. അതിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ചേഞ്ച് ഇൻ വൈ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ്. മനസ്സിലായേ, അത്രേ ഉള്ളൂ. As a similar process works in the case of partial derivative, there is a chain rule applicable to the case of partial derivatives as well. We only have to take care in the following rules of partial differentiation. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു ഫോർമുല നിങ്ങൾ ആരും മറക്കല്ല കേട്ടോ. ഓക്കെ, ഇപ്പം നിങ്ങളോട് ചെയിൻ റൂൾ ഫോർ മൾട്ടിവേരിയറ്റ് ഫംഗ്ഷൻ നിങ്ങളോട് ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സപ്പോസ് നമ്മൾ ഒരു ഇസഡ് എന്നൊരു ഫംഗ്ഷൻ ഓഫ് y ആണ്, ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഇത് എന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. ഇത് അങ്ങനെ നമുക്കൊരു പ്രോബ്ലം പോലെ ഒന്ന് വേറെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സപ്പോസ് വി ഹാവ് u is equal to f of x y z. അതായത് u എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, u എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഇരിക്കുന്നത് x y z.
മൂന്ന് വാല്യൂസിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, ഹിയർ എക്സ് വൈ ആൻഡ് ഇസഡ് ആർ ദംസെൽവ്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സം വേരിയബിൾ സേ ടി. അതായത് മുമ്പത്തെ പോലെ തന്നെ നമ്മൾ ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഫർദർ ഡിപെൻഡന്റ് ആണ് വേറൊരു വേരിയബിൾ ടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആണ് ആൻഡ് ഈ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എഫക്ട് എങ്ങനെ വരും? ഡി യു ബൈ ഡി ടി, കാരണം ടി ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി അല്ലെ. തെറ്റിപ്പോയി. ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി. അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ ചെയിൻ റൂൾ ഫോർ മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ആദ്യം പറയാണ് യു എന്ന് പറയുന്നത് എക്സും വൈയുടെയും ഇസഡിന്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് എക്സും വൈയും ഇസഡും ടിയുടെ ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പം ടി ആണ് അവിടെ മേജർ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ തന്നെ ഓർത്തോണം നമുക്ക് അവിടെ കാണേണ്ടത് ചേഞ്ച് ഇൻ യു വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടി ആണ്. കാരണം ടി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉറപ്പിച്ചോണം ഡി യു ബൈ ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി യു ബൈ ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡി യു ബൈ ഡി ടി നമുക്ക് എങ്ങനെ കിട്ടുന്നത്? മൂന്ന് വേരിയബിൾസിനെ നമ്മൾ നോക്കണം. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. ഈ എക്സും വൈയും ഇസഡും ആരിനെ ആശ്രയിച്ച് നിൽക്കുന്നത്? ടീനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമുക്കറിയാം അവിടെ ഒരു ഡി എക്സ് ബൈ ഡി ടി വരും. അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയാ ഡി വൈ ബൈ ഡി ടി വരും. അതുപോലെ തന്നെ ഒരു സ്ഥലം ഡോട്ട് എഴുതാം. അതായത് ഡി യു ബൈ ഡി ടി നമുക്ക് കണ്ടുപിടിക്കുമ്പം നമുക്കറിയാം ഈ എന്താ എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ ഇസഡ് ആയിക്കോട്ടെ എല്ലാം ടീനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി വരും നമുക്കറിയാം, ഡി വൈ ബൈ ഡി ടി വരും നമുക്കറിയാം, ഡി ഇസഡ് ബൈ ഡി ടി വരും നമുക്കറിയാം അല്ലെ. അതേസമയം നമുക്ക് വേറൊരു കാര്യം അറിയാം. ഈ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇസഡ് പോട്ടെ, യു എന്ന് പറയുന്ന ഫംഗ്ഷൻ യു ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും ഇസഡും ആണെന്നറിയാം. അപ്പൊ യുവിന്റെ ടേംസിൽ പറയുമ്പോഴത്തേക്കും ഇവർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തന്നെയാണ്. അതിന്റെ എഫക്ട് നമുക്ക് കാണിക്കണമല്ലോ. ഇത് ഫർദർ ടീനെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് നമ്മളിപ്പോ ഇവിടെ അതിന്റെ എഫക്ട് നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇനി എന്താ പറയാ എക്സും യു, അതായത് യു എന്ന ഡിപെൻഡന്റ് വേരിയബിൾ എക്സുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു അതാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. അത് അങ്ങനെ വരും ഡോ യു ബൈ ഡോ എക്സ് അല്ലെ. ചേഞ്ച് ഇൻ യു വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ എക്സ്. ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് മാത്രം. അതുപോലെ തന്നെ ഡോ യു വിത്ത് റെസ്പെക്ട് ടു ഡോ വൈയും വരും. അതുപോലെ തന്നെ ഡോ യു വിത്ത് റെസ്പെക്ട് ടു ഡോ ഇസഡും വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ തന്നെ വേറൊരു കേസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതായത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇസഡ് ഇസ് ഈക്വൽ ടു 9x3 ഇതൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അതായത് നമ്മളൊരു എന്താ പറയാ ഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഒരു എന്താ പറയാ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസിൽ പറയാണ് അല്ലെ. നമ്മൾ അതിനെ എന്താ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലായാലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇതൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ഏത് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനെ ഇംപ്ലിസിറ്റ് ആക്കാനായിട്ട് സാധിക്കും. എങ്ങനെ അറിയാമോ? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേം ലെഫ്റ്റോട്ട് കൊണ്ടുപോയാൽ മതി. അതായത് ഇസഡ് മൈനസ് 9x³ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനും ആണ്. അത്രേ ഉള്ളൂ. അപ്പം ഇത് ഒരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പം ഇതിന്റെ നമുക്ക് ഡെറിവേറ്റീവ് ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ് ഹോമോജീനിയസ് ആൻഡ് ഹോമോതെറ്റിക് ഫംഗ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സിനകത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ പഠിക്കാനുണ്ടായിരിക്കും. അതായത് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ മൈക്രോയ്ക്കകത്ത് പഠിക്കുമ്പോൾ ഇപ്പൊ 2 ഇൻപുട്സ് ഉണ്ട്. ഇപ്പൊ ലേബറും ക്യാപിറ്റൽ. അപ്പൊ ലേബറും ക്യാപിറ്റലും നമ്മൾ ലാംഡ ടൈംസ് ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാംഡനെ ഫാക്ടർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് എന്ത് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ കേസിലും. അവിടെ നമ്മൾ ഇൻപുട്ട് ഉപയോഗിച്ചെങ്കിൽ നമ്മളിവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും വൈയും എന്ന് എടുക്കുന്നു എന്നുള്ളത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം എന്താ പറയാ let us consider a function f of 2 variable x, y. f എന്ന് പറയുന്നത് 2 വേരിയബിൾ എക്സിനെ വൈനെ f of x, y എന്ന് വിചാരിക്കുക. this function is said to be homogeneous of degree r. ഇതൊരു homogeneous of degree r ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാംഡ റേസ് ടു ആറിനെ ഫാക്ടർ ഔട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ലാംഡ കൊണ്ട് നമ്മൾ ഈ ഒരു എക്സിനെയും നമ്മൾ ലാംഡ കൊണ്ട് തന്നെ നമ്മൾ വൈനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനകത്ത് നമുക്ക് എക്സും വൈയും വേരിയബിൾസ് ഉണ്ട്. ആ എക്സിനെയും വൈനെയും നമ്മൾ സെയിം
ഇതുകൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ലാംഡ കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ലാംഡ റേസ് ടു ദ പവർ, ആ ലാംഡ റേസ് ടു ഇപ്പൊ 1 ആകാം 2 ആകാം എന്തോ ആയിക്കോട്ടെ, അതിനെ നമുക്ക് ഫാക്ടർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റണം. അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ഹോമോജീനിയസ് ഫംഗ്ഷൻ തന്നെ എന്താണ്, ഈ ആറിന്റെ പവർ 1 ആകുന്ന കേസില്ലേ, അതിനെയാണ് നമ്മൾ ഹോമോത്തിറ്റിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അതായത് ഈ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ദ ഡിഗ്രി, അതായത് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എക്സിനെ വൈനെ, ആ ലാംഡനെ നമുക്ക് ഫാക്ടർ ഔട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റണം. അതാണ് ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? ആ ഹോമോജീനിയസ് ഫംഗ്ഷന്റെ എന്താണ്, ഈ ഒരു ലാംഡ റേസ് ടു അവിടെ 1 ആകുന്ന കേസിനെയാണ് നമ്മൾ ഹോമോത്തിറ്റിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ചെയിൻ റൂൾ ഫോർ മൾട്ടിവേരിയറ്റ് ഫംഗ്ഷൻ. ചെയിൻ റൂൾ വളരെ എളുപ്പമായിട്ടുള്ള സംഭവം തന്നെയാണ്. അത് നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അതായത് നമ്മളൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ. ഇസഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്താ, ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എന്താ പറയാ, വൈയും എക്സും ആണെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ഓക്കെ, സോറി, ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ആൻഡ് ഈ വൈ എന്ന് പറയുന്നത് ഇൻ ടേൺ എന്താണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇസഡിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് വൈ ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം, അല്ലെ? അതായത് ഇസഡ് എന്ന് പറയുന്ന വേരിയബിള് ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ഈ വൈ എന്ന് പറയുന്ന ഇൻ ടേൺ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സ്. അപ്പൊ അവിടെ എക്സ് ആണ് ഏറ്റവും വലിയ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അല്ലെ? അപ്പം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഡി വൈ ബൈ ഡി എക്സ് എന്തായാലും വരും. കാരണം എക്സ് ആണ് മേജർ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അത് ആ എക്സ് മേജർ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഡിപെൻഡന്റ് വേരിയബിൾ ആണ് വൈ. അപ്പൊ അതിന്റെ എഫക്റ്റ് കാണാൻ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. അത് ഇൻറ്റു എന്തും കൂടെ എഴുതണം, ഡി ഇസഡ് ബൈ ഡി വൈ എഴുതണം. കാരണം എന്താ, ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വൈനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ വൈ ഇൻ ടേൺ ആശ്രയിച്ചിരിക്കുന്നത് എന്തിനാണ്? എക്സിനെയാണ്. അതാണ് അവിടെ നമ്മൾ ഈ ഒരു ഡി ഇസഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഡി വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എഴുതാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. പിന്നെ ടോട്ടൽ ഡെറിവേറ്റീവ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അതിന്റെ ഡെഫിനേഷൻ പഠിക്കുക, ഫോർമുല മനസ്സിലാക്കി വെക്കണം. ഓക്കെ. പിന്നെ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കോഷ്യൻ റൂളിന്റെയും പ്രൊഡക്റ്റ് റൂളിന്റെയും ഒക്കെ ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയാ, ചെയിൻ റൂളിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ആ യു ആയിട്ടൊക്കെ കൺസിഡർ ചെയ്തെടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് റൂൾസ് ഓഫ് ടോട്ടൽ, നമ്മൾ ഡിഫറൻഷ്യൽസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള റൂൾസ്, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഓരോന്നും നിങ്ങൾ ഒരു 1-2 പ്രാവശ്യം എഴുതി പഠിക്കണം. പ്രോബ്ലംസും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ടോട്ടൽ ഡെറിവേറ്റീവ് ആകുമ്പോൾ അതിന്റെ ഫോർമുല എങ്ങനെയാ വരുന്നത്, പിന്നെ ചെയിൻ റൂളിന്റെ എങ്ങനെയാ വരുന്നത്, പിന്നെ ഡെറിവേറ്റീവ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്താണ്, ഹോമോജീനിയസ്, ഹോമോതെറ്റിക്, ഇത്രയും കാര്യങ്ങളാണ്. അത് നോട്ടിൽ പ്രത്യേകം എഴുതുക, ചെയ്ത് നോക്കുക, പിന്നെ പഠിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിന്റെ ക്ലാസ്സിൽ കാണാം.